രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുത്ത് പ്രതിപക്ഷത്തിന്റെ വായ മൂടിക്കെട്ടാനാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന് കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എംഎൽഎ. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേന്ദ്ര സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബിൽ പോലുള്ള മതേതരം തകർക്കുന്ന നടപടിക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും കർശന ഭാഷയിൽ പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കാനുള്ള ബിജെപി ശ്രമം വിലപ്പോവില്ലെന്നും എ പി അനിൽകുമാർ എംഎൽഎ പറഞ്ഞു. ഇന്ത്യയിലും മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തുന്ന രാഷ്ട്രീയമായ തേജോവധം, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുവാനും ജയിലിലടയ്ക്കാനും നടത്തുന്ന ശ്രമങ്ങൾ ഒരു തുടർക്കഥയാണ്. നമുക്കറിയാം, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ പോലും ഇല്ലാത്ത കേസുകളുടെ പേരിൽ ഇന്ന് ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഈ ഗവൺമെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് എന്നതിന് ഇതിനപ്പുറം തെളിവ് വേണ്ട. നമ്മുടെ ഭരണഘടനയുടെ സാധുതയെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. വഖഫ് നിയമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തുണ്ടാക്കുന്ന വിഭാഗീയതയും ആശങ്കയും എത്ര വലുതാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അത്തരത്തിലുള്ള തെറ്റായ മുഴുവൻ കാര്യങ്ങൾക്കെതിരെയും ശക്തമായി പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക നേതാവ് എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഡിസിസി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി അധ്യക്ഷത വഹിച്ചു. കെപിസിസി അംഗങ്ങളായ വി മധുസൂദനൻ, വി എസ് എൻ നമ്പൂതിരി, എ എം രോഹിത്, ഡിസിസി ഭാരവാഹികളായ പി സി വേലായുധൻകുട്ടി, അസീസ് ചീരാൻതൊടി, യാസർ പൊട്ടച്ചോല, പി പി ഹംസ, കെ എ അറഫാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ.